ഹായ് എവരിവൺ. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ഡെസിമലിനെ നമുക്ക് വേഗം ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് സാധാരണ ഡിവിഷൻ എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും, പക്ഷേ ഡെസിമൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പേടി പോലെയാണ്. പക്ഷേ ഈ വീഡിയോയിൽ കൂടെ നമുക്ക് ഡെസിമലിനോടുള്ള ഒരു തരം പേടി, അല്ലെങ്കിൽ ഡെസിമൽ ഡിവിഷനോടുള്ള ഒരു തരം പേടിയെ അകറ്റാൻ സാധിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഡെസിമലിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോവുകയാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 0.2 ഡിവൈഡ് ബൈ 4 നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ ഡിവിഷൻ വഴി ഇത് എളുപ്പത്തിൽ ചെയ്യുക എന്ന് നോക്കാം. സോ ഒരു ഡെസിമൽ പ്ലേസ് മാറുമ്പോൾ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ മുകളിലും 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ താഴെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ 0.2 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10. അങ്ങനെ വരുമ്പോൾ 0.2നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2 ആകും, ഡിവൈഡഡ് ബൈ 4നെ 10 കൊണ്ട് ചെയ്യുമ്പോൾ 40. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം. സോ 2 ഡിവൈഡ് ബൈ 40 എന്ന് കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 40 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യാം. സോ 40 ഡിവൈഡഡ് ബൈ 2, 40 2ൽ എന്തായാലും പോകില്ല, അതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. പോയിന്റ് പിന്നെ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 20 40ൽ പോകുമെന്ന് നോക്കുക. 20 40ൽ പോകില്ല, അതുകൊണ്ട് നമുക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 0 കൂടെ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ 40 എത്ര പ്രാവശ്യം 200ൽ പോകും? 5 പ്രാവശ്യം പോകും. സോ 0.05 വുഡ് ബി ദ ആൻസർ. സോ സ്റ്റെപ്പ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ 0.2നെ ഡെസിമൽ ഫോമിലേക്കാക്കും. ഇപ്പോൾ ഒരു ഡെസിമൽ ഡിജിറ്റിന് മുമ്പാണ് പോയിന്റ് എങ്കിൽ നമ്മൾ 10 മാത്രം ഇൻറ്റു ചെയ്താൽ മതി. പക്ഷേ 2 ഡിജിറ്റിന് മുമ്പാണ് പോയിന്റ് എങ്കിൽ നമ്മൾ 100 ഇൻറ്റു ചെയ്യണം. സോ 0.2 ഇൻറ്റു 10 ഡിവൈഡ് ബൈ എന്തുകൊണ്ടാണോ മുകളിൽ ഇൻറ്റു ചെയ്യുന്നത് അതേ നമ്പർ കൊണ്ട് തന്നെ താഴെ ഇൻറ്റു ചെയ്യണം. സോ 0.2 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 10. സോ 0.10 വുഡ് ബി 2 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 10 വുഡ് ബി 40. സോ 2 ഡിവൈഡ് ബൈ 40 ഈസ് ഈക്വൽ ടു 0.05. എങ്ങനെയാണെന്ന് സ്റ്റെപ്പിൽ കൂടെ വൃത്താവും. 40 ഡിവൈഡ് ബൈ 2 40ൽ പോകില്ല, അതുകൊണ്ട് 0 പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇട്ടതിന് ശേഷം നമുക്ക് 0 ഇട്ട് കൊടുക്കാം. 20യും 40ൽ പോകില്ല, അതുകൊണ്ട് ഒരു 0 കൂടെ നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 20നെ നമുക്ക് 200 ആക്കാം. സോ 40 200ൽ 5 പ്രാവശ്യം പോകും. സോ 40 ഇൻറ്റു 5 വുഡ് ബി 200. സോ 200 0 എന്ന് റിമൈൻഡർ കിട്ടും. സോ 0.2 ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 0.05. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4.6 ഡിവൈഡ് ബൈ 2.6. ഇവിടെ ഡെസിമലിന് ശേഷം ഒരൊറ്റ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെയും ഡെസിമലിന് ശേഷം ഒരൊറ്റ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഡെസിമലും ഇവിടെ ഡെസിമലാണ്. ഇവിടെ ഡെസിമൽ മാത്രമാണുള്ളത്, ഇവിടെ ഹോൾ നമ്പറാണ്. ഇവിടെ രണ്ട് സ്ഥലത്തും ഡെസിമലാണ്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. 4.6നെ ഡെസിമൽ ഫോമിൽ നിന്ന് മാറ്റി നമ്മൾ സാധാ ഡിവൈഡ് ഇങ്ങനത്തെ രീതിയിലുള്ള ഫോർമിലേക്ക് ആക്കണം. സോ 4.6നെ ഡെസിമലിന് ശേഷം ഒരു പോയിന്റ് മാത്രം ഉണ്ടാവുള്ളൂ, ഒരു ഡിജിറ്റ് മാത്രം ഉണ്ടായതുകൊണ്ട് 4.6നെ 10 കൊണ്ട് മാത്രം ഇൻറ്റു ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 2.3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സോ 4.6 ഇൻറ്റു 10 വുഡ് ബി 46 ഡിവൈഡഡ് ബൈ 2.3 ഇൻറ്റു 10 വുഡ് ബി 23. 23 എത്ര പ്രാവശ്യം 46ൽ പോകും നമുക്കറിയാം. 23 ഡിവൈഡ് ബൈ 46 വുഡ് ബി 2. സോ ആൻസർ വുഡ് ബി 2. നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 6.3 ഡിവൈഡ് ബൈ 4.75. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഡിനോമിനേറ്ററാണ്. ഡിനോമിനേറ്ററിനെയാണ് നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്. ഡിനോമിനേറ്ററിന് എങ്ങനെ ചേഞ്ച് ചെയ്യും? 4.75നെ എങ്ങനെ നമുക്ക് സാധാ രീതിയിൽ എഴുതാമെന്ന് നോക്കാം. 4.75നെ നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം, കാരണം പോയിന്റിന് ശേഷം 2 ഡിജിറ്റാണുള്ളത്. അതേപോലെ തന്നെ ന്യൂമറേറ്ററിനെയും നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. താഴെ എന്തുകൊണ്ടാണോ ഇൻറ്റു ചെയ്തത് അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ മുകളിലും ഇൻറ്റു ചെയ്യണം. ഡെസിമൽ എന്ന് പറയുന്നത് ഏത് സംഖ്യ കൊണ്ടാണ് താഴെയും മുകളിലും ഇൻറ്റു ചെയ്തത് അതേ സംഖ്യ കൊണ്ട് തന്നെ അവ രണ്ടിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 6.3 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഈ ഡെസിമൽ പ്ലേസ് മാറി 63 ആകും. 6.3 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ ഈ ഡെസിമൽ പ്ലേസ് മാറും. 6.3 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഈ ഡെസിമൽ പ്ലേസ് മാറുകയും ചെയ്യും. ഒരു 0 കൂടെ അതിനോട് കൂടി ആഡ് ചെയ്യും. സോ 630 ഡിവൈഡഡ് ബൈ 4.75 ഇൻറ്റു 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസിമൽ പ്ലേസിന് ശേഷം ഇൻറ്റു 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 47.5 ആകും. ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 475 എന്നും ആകും. സോ 475 630 ഡിവൈഡ് ബൈ 475 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 475 ഡിവൈഡഡ് ബൈ 630 ഇതെങ്ങനെ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. 475ൽ എത്ര പ്രാവശ്യമാണ് 630 പോവുക? ഒരൊറ്റ പ്രാവശ്യമാണ് 630 പോവുക. സോ 475 എന്ന് എഴുതുക. പിന്നെ ഇത് മൈനസ് ചെയ്യുക. നമ്മൾ സാധാ ഡിവിഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ. സോ 10ൽ 5 പ്രാവശ്യം ഇത് പോകും. അപ്പോൾ ഇവിടെ ഒന്ന് ക്യാരി ആയിട്ട് 12ലും 5 പ്രാവശ്യം പോകും. പിന്നെ 2 പ്രാവശ്യം 2 0 1 3 2 പ്രാവശ്യം 1 പ്രാവശ്യം. സോ 155 എന്ന് കിട്ടും. 155 എന്ന് കിട്ടും. 155 475ൽ പോകാത്തത് കൊണ്ട് പോയിന്റ് ഇടുക. പോയിന്റ് ഇട്ടതിന് ശേഷം ഒരു 0 അതിൻ്റെ സൈഡിൽ ചേർത്ത് കൊടുക്കുക. ആഡ് ചെയ്യുകയല്ല, ചേർത്ത് കൊടുക്കുക. സോ 1550 എത്ര തവണയാണ് 475ൽ പോവുക എന്ന് നമുക്ക് നോക്കാം. 475 ഇൻറ്റു ഒരു 5 ചെയ്ത് നോക്കിയിട്ടുണ്ട്. 1550യുടെ അടുത്ത് എത്തുമ്പോൾ നോക്കാം. 5 2 ക്യാരി
5 into 7 would be 35, 35 plus 2 would be 37, 7 3 carry, 3 20 plus 3 23, അത് അധികമാണ്. സോ നമുക്ക് 475 into 3 ചെയ്ത് നോക്കാം. 3 ചെയ്യുമ്പോൾ 5 1 ക്യാരി, 21 1 22 2 ക്യാരി, 12 2 14, 1 4 2 5 കിട്ടും. സോ 1.3 1 4 2 5 ബൈ. സോ 10 5 പ്രാവശ്യം പോകും, 4 2 പ്രാവശ്യം പോകും, പിന്നെ ഒരു പ്രാവശ്യം ഇവിടെയും പോകും. 125 കിട്ടും. 125 475 പോകത്തോണ്ട് 0 ഇട്ട് കൊടുക്കുക. 2 0 ഇടുന്ന സമയത്ത് മാത്രമാണ് മുകളിൽ 0 ചേർക്കേണ്ടത്. 1250 എന്ന് പറയുന്നത് 2ലാണ് പോകുക. നമുക്കിതിൽ കൂടുതൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2 ഡിജിറ്റ് എത്രയാണോ ഡിജിറ്റ് പറയുന്നത് നമുക്ക് ഇങ്ങനെ തുടർന്ന് കുറേ ഇൻഫിനിറ്റ് നമ്പറോളം പോകാം. വേണമെങ്കിൽ എത്രയും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ ഞാൻ 2 ഡിജിറ്റാണ് കണ്ടുപിടിക്കുന്നത്. സോ 1.32 എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ ഡിവിഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ 6 ഡിവൈഡഡ് ബൈ 5 എന്ന് തന്നു എന്ന് വെച്ചു. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ഡെസിമൽ ഫോമിലേക്ക് ആക്കുക? സോ ഡിനോമിനേറ്റർ കൊണ്ടാണ് ന്യൂമറേറ്ററിനെ ഹരിക്കേണ്ടത്. 5 ഡിവൈഡ് ബൈ 6 എന്ന് ചെയ്യുക. 5 എത്ര പ്രാവശ്യം 6ൽ പോകും? ഒരൊറ്റ പ്രാവശ്യമാണ് 6ൽ പോവുക. 5 താഴെ എഴുതുക. 6 - 5 would be 1. ഇവിടെ 1 5ൽ പോകാത്തത് കൊണ്ട് ഇവിടെ പോയിന്റ് ഇടുക. പോയിന്റ് ഇട്ടതിന് ശേഷം ഒരു 0 ഇട്ട് കൊടുക്കുക. സോ 5 എത്ര പ്രാവശ്യം 10ൽ പോകും? 2 പ്രാവശ്യം പോകും. സോ 1.2 would be the answer of this question. അതേപോലെ എളുപ്പമാണ്. നമ്മൾ ഡെസിമൽ ഡിവിഷൻ്റെ പല ടൈപ്പും പഠിച്ചു. ഒരു ഡെസിമൽ പ്ലേസ് വരുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്, ഒരു ഡെസിമൽ പ്ലേസ് മുകളിൽ വരുന്നതും അടിയിൽ ഒരു ഹോൾ നമ്പർ വരുന്നത്, ഡെസിമൽ അല്ലാത്ത നമ്പർ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, മുകളിൽ ഒരു ഡെസിമൽ പ്ലേസും താഴെ ഒരു ഡെസിമൽ പ്ലേസും വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, മുകളിൽ ഒരു ഡെസിമൽ പ്ലേസും താഴെ 2 ഡെസിമൽ പ്ലേസും വരുമ്പോൾ എങ്ങനെ ചെയ്യുക, ഒരു ഡെസിമൽ ഇല്ലാതെ 2 നമ്പർ വരുമ്പോൾ എങ്ങനെയാണ് ഡെസിമൽ പ്ലേസ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പഠിച്ചു. ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് നല്ലോണം പഠിക്കാം. സോ 25 ഡിവൈഡഡ് ബൈ 55 ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്ന് നോക്കാം. 55നെ 25 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 55 ഒരിക്കലും 25ൽ പോകില്ല. അതുകൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കുക, പോയിന്റും ഇട്ട് കൊടുക്കുക. 0 ഇട്ടതിന് ശേഷം തൊട്ട് അപ്പുറത്ത് പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ 25 would change to 250. 55 എത്ര പ്രാവശ്യമാണ് 250ൽ പോവുക? 55 ഒരു 4 ടൈംസ് ചെയ്യുമ്പോൾ 250യുടെ അടുത്തെത്തുമ്പോൾ നോക്കാം. 0 2 ക്യാരി, 20 + 2 220. സോ 4 2 ഡെസിമൽ പ്ലേസ് എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. സോ 30 പോകില്ല. അതുകൊണ്ട് 0 ഇട്ട് കൊടുക്കാം. 55നോട് നമ്മൾ 5 ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 300ൻ്റെ അടുത്തെത്തുമ്പോൾ നോക്കാം. 5 2 ക്യാരി, 25 + 2 27. സോ 275. സോ 5 അങ്ങനെ നമുക്ക് ഇൻഫിനിറ്റ് നമ്പറോളം പോകാൻ സാധിക്കും. 0.45. I hope you enjoyed this video, or if you like this video, or you learned something from this video. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും അറിയിക്കുക. ഒരു ചോദ്യം എക്സസൈസ് ക്വസ്റ്റ്യൻ എന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ പറയേണ്ടത്, അതിന് ആൻസർ പറയുന്നത് 7 ഡിവൈഡഡ് ബൈ 5. So thank you.